Yes, sir. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡീസൽ സൈക്കിളിന്റെ തിയററ്റിക്കൽ സൈക്കിൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഡെറിവേഷൻ, മാക്സിമം സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. അതിനുശേഷം അതിനെ ബേസ് ചെയ്തൊരു പ്രോബ്ലം ചെയ്തു. ഓക്കെ. സോ നമ്മളിനി നമ്മുടെ ലൈവ് ക്ലാസ് വരുന്ന സമയത്ത്, കോൺടാക്ട് ക്ലാസ് വരുന്ന സമയത്ത് ഞാൻ മാക്സിമം പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കൂടുതൽ പ്രോബ്ലംസ് നിങ്ങളെ ചെയ്യിപ്പിക്കുന്നില്ല. നമുക്ക് കോൺടാക്ട് ക്ലാസ് വരും, അപ്പം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ. നമുക്ക് അതുകൊണ്ട് തിയററ്റിക്കൽ സൈഡായിട്ടുള്ള കാര്യങ്ങൾ നോക്കിപ്പോവാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിന്റെ ഡീറ്റെയിൽസ് പഠിച്ചിരുന്നു. സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനാണ്. സോ ഓൾറെഡി നമുക്ക് 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ എന്താണ്, അതിന്റെ വർക്കിംഗ് സൈക്കിൾ എങ്ങനെയാണ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, അതിനകത്ത് നടക്കുന്ന ഓരോ പ്രോസസ്സുകൾ എങ്ങനെ വരുന്നു, പിസ്റ്റന്റെ പൊസിഷൻസ്, ദെൻ ആ സിലിണ്ടറിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിനെ ബേസ് ചെയ്താണ് നമ്മൾ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിന്റെ കാര്യങ്ങൾ പഠിച്ചു നിർത്തിയത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ എക്സാമിൽ പഠിച്ചത് കൊണ്ട് തന്നെ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ. അതിൽ നിന്ന് നമുക്ക് ഡീസൽ സൈക്കിൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡീസൽ എഞ്ചിന്റെ വർക്കിംഗ് പഠിക്കുമ്പോൾ നമ്മൾ മാറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് കാര്യങ്ങളാണ്. സെന്റൻസുകൾ എല്ലാം സെയിം തന്നെയാണ്, ഡയഗ്രാം സെയിം തന്നെയാണ്, എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. വ്യത്യാസം വരുന്നതെന്ന് പറയുന്നത് കുറച്ച് ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ വരുന്നത്. ഓക്കെ. അതായത് മാറ്റം വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും, പെട്രോൾ എഞ്ചിനകത്ത് നമ്മൾ സക്ഷൻ നടക്കുന്ന സമയത്ത് എയർ പ്ലസ് ഫ്യൂവൽ മിക്സ്ചർ ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, ഡീസൽ എഞ്ചിനകത്ത് എയർ മാത്രമേ കയറി വരത്തുള്ളൂ. ഓക്കെ. ഒന്നാമത്തെ ചേഞ്ച്. അതായത് നമ്മൾ പെട്രോൾ എഞ്ചിൻ പഠിക്കുമ്പോഴും ഡീസൽ എഞ്ചിൻ പഠിക്കുമ്പോഴും ഒരെണ്ണം മാത്രം പഠിച്ചാൽ മതി, മറ്റേ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പാരലൽ ആയിട്ട് തന്നെ പഠിച്ചു പോകാൻ പറ്റും. പെട്രോൾ എഞ്ചിനകത്ത് എയർ പ്ലസ് ഫ്യൂവൽ മിക്സ്ചർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഡീസൽ എഞ്ചിനകത്ത് എയർ മാത്രമായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സക്ഷൻ സ്ട്രോക്കിനകത്ത്. ഓക്കെ. അതാണ് ആദ്യത്തെ ചേഞ്ച്. രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രഷൻ പ്രോസസ്സാണ്. കംപ്രഷൻ നടക്കുന്ന സമയത്ത് എന്ന് പറയുന്നത് പെട്രോൾ എഞ്ചിനകത്ത് കംപ്രസ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ കംപ്രസ് ചെയ്യും, മീൻസ് പ്രഷറൈസ് ചെയ്യും. ഓക്കെ. അതായത് നിങ്ങൾ 2 കൈകൾ നിങ്ങൾ ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് നിങ്ങളുടെ സിലിണ്ടർ ഹെഡായിട്ടും നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് നിങ്ങൾ പിസ്റ്റണായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പിസ്റ്റൺ മാക്സിമം ചേർത്ത് വെക്കുന്ന, അതായത് പിസ്റ്റന്റെ സർഫസ് നിങ്ങൾ വലത്തെ കൈ നിങ്ങൾ ഇടത്തെ കൈയുടെ മേളിലോട്ട് മാക്സിമം ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻസ് സിലിണ്ടർ ഹെഡിൽ തട്ടി എന്നാണ് എൻ്റെ അർത്ഥം. അത്രത്തോളം ചേർത്ത് കംപ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഡീസൽ എഞ്ചിനകത്ത് ചെയ്യുന്നത്. അത്രത്തോളം കംപ്രസ് ചെയ്യത്തില്ല, മീൻസ് ദാറ്റ് അവിടെ ഒരു ക്ലിയറൻസ് വോളിയം കൂടുതലായിരിക്കും പെട്രോൾ എഞ്ചിനകത്ത്, ക്ലിയറൻസ് വോളിയം വളരെ കുറവായിരിക്കും ഡീസൽ എഞ്ചിൻ. അതായത് അത്രത്തോളം നമ്മൾ പ്രഷറൈസ് ചെയ്യും. ഓക്കെ. ഇതാണ് രണ്ടാമത്തെ ചേഞ്ച്. ഓക്കെ. മൂന്നാമത്തെ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇഗ്നൈറ്റ് ചെയ്യുന്നതിന്റെ വ്യത്യാസമാണ്. അതായത് ഈ അത്രയും പ്രഷറൈസ് ചെയ്ത് എയറിനെ നിർത്തിയിരിക്കുന്ന സമയത്ത് ഈ ഫ്യൂവൽ ഇഞ്ചക്ടർ വഴി നമ്മൾ ഫ്യൂവൽ ഇതിനകത്തോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം, അറ്റമൈസ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളും വീട്ടിലൊക്കെ സ്പ്രേ ബോട്ടിൽസ് ഉണ്ടാവും, അതേപോലെ നമ്മൾ അറ്റമൈസ് ചെയ്ത് വിടും, ഫ്യൂവലിനെ ഇഞ്ചക്ട് ചെയ്തിടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ് യൂസ് ചെയ്യുന്നത്. സോ മൂന്നാമത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ് നമ്മൾ സ്പാർക്ക് പ്ലഗിന് പകരം യൂസ് ചെയ്യുന്നത്. ആ ഫ്യൂവൽ ഇഞ്ചക്ടർ വഴി ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യും, ഈ പ്രഷറൈസ് ചെയ്തിരിക്കുന്ന എയറിനകത്തോട്ട് ഇത് മിക്സ് ആവുകയും അത് പിന്നീട് ബേൺ ആവുകയും ചെയ്യും. ഇതാണ് പ്രൊസീജിയർ. 3 ചേഞ്ചസ് മാത്രമേ ഉള്ളൂ വർക്കിംഗ് പ്രൊസീജിയറിനകത്ത് വരുന്നത്. ബാക്കി എല്ലാം തന്നെ സെയിം ആണ്. അതായത് നമ്മൾ 4 സ്ട്രോക്ക് എഞ്ചിനകത്ത് പഠിച്ച അതേ സെന്റൻസുകൾ. ചേഞ്ചസ് എന്ന് പറയുന്നത് 3 ഒന്നെന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് എയർ, രണ്ടാമെന്ന് പറയുന്നത് ഹെവി കംപ്രഷൻ, മൂന്നെന്ന് പറയുന്നത് അഡീഷൻ ഓഫ് ഫ്യൂവൽ. ഇത് 3 വ്യത്യാസം. ക്യാച്ച് ചെയ്തോ 3 ചേഞ്ചസ്? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ആയിരിക്കും ഞാനിവിടെ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിന്റെ വർക്കിംഗ് പറയാൻ പോകുന്നത്. ഓക്കെ. ഇതാണ് നമ്മുടെ 4 ഫിഗേഴ്സ് നമ്മൾ വരച്ചിടേണ്ടത്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് 4 ഫിഗേഴ്സ് വരയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 4 സ്ട്രോക്സ് ആണ്. 4 സ്ട്രോക്സിലാണ് നമ്മൾ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിന്റെ വർക്കിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ. നമുക്കറിയാം എന്തൊക്കെയാണ് പ്രൊസീജിയറിനകത്ത് വരുന്നത്. വി ഹാവ് എ സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടറിനകത്ത് പിസ്റ്റൺ ഈസ് ദെയർ. ദെൻ ഇവിടെ ടോപ്പ് ഡെഡ് സെന്റർ ഉണ്ട്, ബോട്ടം ഡെഡ് സെന്റർ ഉണ്ട്. ഓക്കെ. ഇതിനകത്ത് 2 വാൽവ്സ് ഉണ്ട്. വൺ ഈസ് ദ ഇൻലെറ്റ് വാൽവ്, സെക്കൻഡ് വൺ ഈസ് ദ എക്സോസ്റ്റ് വാൽവ്, ആൻഡ് തേർഡ് വൺ ഈസ്, instead of spark plug we are replacing the fuel injector.
സോ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഫ്യൂൽ ഇഞ്ചക്ടർ ആണ്. ഇതാണ് ഫസ്റ്റ് ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡെഡ് സെന്ററിൽ നിന്ന് വേറെ ഡെഡ് സെന്ററിലേക്കുള്ള പിസ്റ്റന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്ട്രോക്ക് ഇസ് ദ സെക്ഷൻ സ്ട്രോക്ക്, സെക്കൻഡ് വൺ ഇസ് ദ കംപ്രഷൻ സ്ട്രോക്ക്, തേർഡ് വൺ ഇസ് ദ പവർ സ്ട്രോക്ക് or is the expansion stroke, and the fourth one is the exhaust stroke. ഇതാണ് 4 സ്ട്രോക്കുകൾ എന്ന് പറയുന്നത്. സോ സെക്ഷൻ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ പിസ്റ്റന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷൻ, കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ അപ്വേർഡ് ഡയറക്ഷൻ, പവർ സ്ട്രോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഡൗൺവേർഡ് ഡയറക്ഷൻ, ദെൻ എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്വേർഡ് ഡയറക്ഷൻ. പൊസിഷൻസ് എങ്ങനെയാണ്? സെക്ഷൻ സ്ട്രോക്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. The piston moves from the top dead center to top dead center to bottom dead center. The piston moves from the top dead center to bottom dead center. The inlet valve or the suction valve get opened and the exhaust valve remains closed. And what happens during this process? As the piston comes towards the bottom dead center, fresh charge. ആ ഫ്രഷ് ചാർജ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ചേഞ്ച് വരുത്തുന്നത്. ഫ്രഷ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? എയർ only. So air is introducing into the cylinder through the suction valve. ഈ സെക്ഷൻ വാൽവ് വഴി ഫ്രഷ് ചാർജിൽ നമുക്ക് ഇവിടെ വരുന്നത് എയർ മാത്രമാണ് നമ്മളിവിടെ കയറ്റിയെടുക്കുന്നത്. ഓക്കെ, സോ ബിഫോർ റീച്ചിങ് ടു ദ ബോട്ടം ഡെഡ് സെന്റർ ദിസ് ഇൻലെറ്റ് വാൽവ് ഗെറ്റ് ക്ലോസ്ഡ് ആൻഡ് ദ എയർ ഗെറ്റ് ഇൻടു ദ സെക്ഷൻ ഈസ് ഗെറ്റ് ട്രാപ്ഡ്. ഇതിനകത്ത് ട്രാപ്പ് ആവും. ഇങ്ങനെ നമുക്ക് സെക്ഷൻ സ്ട്രോക്ക് തീർക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ പ്രൊസീജിയർ? Now moving into the compression stroke. Movement എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? From bottom dead center to top dead center, upward direction ആണ്. So what happens during this process? The piston moves from bottom dead center to top dead center. Both valves remains closed. രണ്ട് വാൽവും ക്ലോസ്ഡ് ആണ്. So the air sucked during the previous stroke, അതായത് ഈ സ്ട്രോക്കിൽ സക്ക് ചെയ്ത ആ എയർ എന്ത് ചെയ്യും? ഇതിനകത്ത് കംപ്രസ് ചെയ്യും. സോ കംപ്രസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം, എയറിനെ നമ്മൾ കംപ്രസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അതിന്റെ മോളിക്യൂൾസിനെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യണം. അതിന്റെ ഇന്റേണൽ എനർജി കൂടും. ഇന്റേണൽ എനർജി കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? അതിന്റെ ടെമ്പറേച്ചർ കൂടും. അതേപോലെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും, നമ്മളിവിടെ വോളിയം റെഡ്യൂസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻസ്? പ്രഷർ കൂടും. ഇതിനകത്ത് പ്രഷർ കൂടും. ശരിയല്ലേ? സോ ആസ് ദ പിസ്റ്റൺ moves towards the top dead center, the pressure and temperature of the air starts increasing. അതായത് നമുക്ക് ഫ്യൂവൽ കൊടുക്കുമ്പോൾ കത്തണം. നമ്മൾ ഈ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന എയറിനകത്തോട്ട് അല്ലെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്യൂവലിന്റെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഉണ്ട്, അത് കത്തുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ട്, അതിനേക്കാളും കൂടുതലായിരിക്കണം. ഓക്കെ, ഇപ്പം സേ സപ്പോസ് എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂല് ആണ്, ഇപ്പൊ സേ സപ്പോസ് 10 എന്ന് പറയുന്ന ഒരു വാല്യൂലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്യൂവൽ കത്തുന്നതെങ്കിൽ നമ്മൾ കംപ്രസ് ചെയ്ത് വയ്ക്കുന്ന എയറിന്റെ ടെമ്പറേച്ചർ 10-ന് മുകളിലായിരിക്കണം, എന്നാൽ മാത്രമേ അത് കത്തത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കംപ്രസ് ചെയ്യും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് വളരെ ബൾക്കി ആയിട്ടുള്ള എഞ്ചിനാണ്, നല്ല ഹെവി എഞ്ചിൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പെട്രോൾ എഞ്ചിൻ അത്രയും കാര്യമില്ല, കാരണം പെട്രോൾ എഞ്ചിൻ അത്രത്തോളം കംപ്രസ് ചെയ്യത്തില്ല. ലൈറ്റ് വെഹിക്കിൾസ് ആണ് പെട്രോൾ എഞ്ചിൻസ് ആണെന്ന്, ഹെവി വെഹിക്കിൾസ് ആണ് ഡീസൽ എഞ്ചിൻസ് ആണെന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നല്ല രീതിയിൽ കംപ്രസ് ചെയ്യും. നല്ല രീതിയിൽ കംപ്രസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇതിനകത്തുള്ള എയറിന്റെ പ്രഷർ കൂടും, അതിന്റെ കൂടെ തന്നെ ടെമ്പറേച്ചർ നല്ല രീതിയിൽ കൂടും. So before reaching to the top dead center, what happens is the fuel injector starts injecting the fuel in the atomized way. നല്ല രീതിയിൽ ഫൈൻ അറ്റോമൈസ്ഡ് ആയിട്ട് എന്ത് ചെയ്യും? ഇതിനകത്തോട്ട് ഈ ഫ്യൂവലിനെ ഇൻജെക്ട് ചെയ്യും. ആ ഇൻജെക്ട് ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്നത് വളരെ ഹെവിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഇവിടെ പ്രഷറൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എയറിനെ. ആ പ്രഷറൈസ് ചെയ്തിരിക്കുന്നതിന്റെ ഇടയിലുള്ള വോയിഡ്സ് ഉണ്ട്, ആ വോയിഡ്സിലേക്ക് വേണം എന്ത് ചെയ്യാൻ? ഈ ഫ്യൂൽ പാർട്ടിക്കിൾസിനെ അറ്റോമൈസ് ചെയ്ത് കയറ്റിവിടാൻ. അപ്പം നമ്മൾ ഈ പ്രഷറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതിനേക്കാളും കൂടുതലാണ് ഈ ഫ്യൂൽ ഇഞ്ചക്ടർ പ്രഷറൈസ് ചെയ്ത് അവിടുന്ന് ഫ്യൂലിനെ ഇഞ്ചെക്ട് ചെയ്ത് വിടുന്നത്. അത്രത്തോളം പ്രഷറൈസ്ഡ് ആയിട്ടായിരിക്കും ഈ ഫ്യൂൽ ഇഞ്ചക്ടറും അതിന്റെ പമ്പും വർക്ക് ചെയ്യുന്നത്. കാര്യം ഈ ഫ്യൂൽ ഇഞ്ചക്ടർ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വെളിയിലൊരു പമ്പുണ്ട്, ആ പമ്പാണ് ഈ ഫ്യൂൽ ഇഞ്ചക്ടർ വഴി ഫ്യൂലിനെ, അതായത് ഡീസലിനെ പമ്പ് ചെയ്ത് വിടുന്നത്. അതിന്റെ പ്രഷർ എന്ന് പറയുന്നത് ഈ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെക്കാട്ടും കൂടുതലാണ്, എന്നാൽ മാത്രമേ ഇതിനകത്തോട്ട് കയറി വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ കയറി, കാര്യം ഇവിടുത്തെ ഫോഴ്സ് കൂടുതലാണ്, ഇവിടെ നിന്നോട്ട് കയറി വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രഷറിനെക്കാളും കൂടുതലുള്ള പ്രഷറിലായിരിക്കും എന്ത് ചെയ്യാം? ഈ ഒരു ഫ്യൂൽ ഇഞ്ചക്ടർ വഴി ഫ്യൂൽ ഇഞ്ചക്ടർ പ്രോസസ് നടക്കുന്നത്. ഇതിന്റെ ഇടയിലുള്ള വോയിഡ്സിനകത്തോട്ട് ഇത് കയറുകയും ചെയ്യും. ഓക്കെ, കയറിയതിനു ശേഷം എന്താ സംഭവിക്കുന്നത്? ഈ ഫൈൻ മോളിക്യൂൾസ് ഉണ്ടല്ലോ, അതായത് ഈ ഫ്യൂലിന്റെ ഫൈൻ മോളിക്യൂൾസ് ഉണ്ടല്ലോ, ഇതിനകത്ത് ഹൈ ടെമ്പറേച്ചറിൽ നിൽക്കുന്ന എയറിന്റെ മോളിക്യൂൾസ് ആയിട്ട് എന്ത് ചെയ്യും? കോണ്ടാക്റ്റിൽ കൊണ്ടുവരും. അപ്പൊ എന്ത് ചെയ്യും?
ഓർ നോർമലി അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ വെച്ചിട്ട് എന്ത് ചെയ്യും, ആ മോളിക്യൂൾസ് കത്താൻ തുടങ്ങും. അതായത് ഫ്യൂലിന്റെ മോളിക്യൂൾസ് ബേൺ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ഇത് കത്താനായിട്ട് തുടങ്ങുന്നത്. അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എന്താ പറഞ്ഞാൽ ഫ്ലെയിം ഉണ്ടായാൽ മതി, ബാക്കി ഇതങ്ങ് പെട്ടെന്ന് കത്തിക്കൊള്ളും. അങ്ങനെ നടക്കുന്ന പ്രോസസ്സ്, അതായത് ഹീറ്റ് അഡിഷൻ പ്രോസസ്സ് നടക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണ്. It means that we are maintaining the pressure, means that the volume has been changed. അതാണ് ഇവിടുത്തെ ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ പ്രോസസ് ആണ് ഡീസൽ എഞ്ചിന് നടക്കുന്നത്. നമ്മൾ നേരത്തെ വർക്കിംഗ് സൈക്കിൾ പറഞ്ഞപ്പോൾ, തിയററ്റിക്കൽ സൈക്കിൾ പറഞ്ഞത് ഹീറ്റ് അഡിഷൻ ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ, സോ ആസ് എ റിസൾട്ട് വാട്ട് ഹാപ്പൻസ്, അവിടെ എക്സ്പ്ലോഷൻ നടക്കും. ഇതിനകത്ത് നമ്മൾ ആ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന എയറിനകത്ത് ഫ്യൂൽ ആഡ് ചെയ്ത് അത് എന്ത് ചെയ്യും, മിക്സ്ചർ ആയിട്ടതിനു ശേഷം അത് ബേൺ ചെയ്യുന്നതിന് ശേഷം അത് എക്സ്പ്ലോഷൻ നടക്കും. എക്സ്പ്ലോഷൻ നടക്കുന്ന സമയത്ത് എന്ത് നടക്കും, വി ആർ ഗെറ്റിംഗ് ദ പവർ സ്ട്രോക്ക്, അതായത് മൂന്നാമത്തെ സ്ട്രോക്ക്. പിസ്റ്റൺ സ്റ്റാർട്ട്സ് മൂവ്സ് ഫ്രം ദ ടോപ്പ് ഡെഡ് സെന്റർ ടു ബോട്ടം ഡെഡ് സെന്റർ. വി ആർ ഗെറ്റിംഗ് ദ വർക്ക് ഫ്രം ദ സിസ്റ്റം. നമുക്ക് വർക്ക് ഇവിടെ നിന്ന് കിട്ടും. സോ ഡ്യൂറിംഗ് ദിസ് ടൈം വാട്ട് ഹാപ്പൻസ്, ദ ഇൻലെറ്റ് ആൻഡ് എക്സോസ്റ്റ് വാൽവ് റിമെയിൻസ് ക്ലോസ്ഡ്. And before reaching to the bottom dead center, what happens? Once the fuel get burned, we are getting the burned gas. ഇവിടെ burned gas ആയിരിക്കും പിന്നീട് ഉണ്ടാകുന്നത്. ആ burned gas പുറത്ത് കളയണം. അതിന് വേണ്ടിയിട്ട് ബോട്ടം ഡെഡ് സെന്ററിൽ എത്തുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും, എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവുകയും സക്ഷൻ വാൽവ് ക്ലോസ്ഡ് തന്നെ ആയിരിക്കും. സോ ബിഫോർ റീച്ചിങ് ടു ദ ബോട്ടം ഡെഡ് സെന്റർ, the exhaust valve get open and the inlet valve get closed, remains closed. Okay, now the forced stroke, that is the exhaust stroke. So during this stroke, the piston moves from the bottom dead center to top dead center. What happens? The exhaust valve get open, or is that other way the burned charge will start flows from the system. ഇതിനകത്തുള്ള ബേൺഡ് ചാർജ് എല്ലാം ഈ എക്സോസ്റ്റ് വാൽവ് വഴി പുറത്തു പോകും. Now before reaching to the top dead center, the exhaust valve get closed and the inlet valve get opened. And now what happens? The suction stroke. ഇതാണ് 4-stroke ഡീസൽ എഞ്ചിൻ. ക്ലിയർ ആണോ? ഓക്കെ, ഓരോന്നും നമ്മൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. സോ സക്ഷൻ സ്ട്രോക്കിനകത്ത് എന്ത് സംഭവിക്കുന്നത്, piston moves from top dead center to bottom dead center. The inlet valve get opened and air at atmospheric pressure is drawn into the engine cylinder. So we are only taking the air with diesel engine. സെക്ഷൻ വാൽവ് വഴി എയർ മാത്രമാണ് ഇതിനകത്തോട്ട് കയറി വരുന്നത്. എക്സോസ്റ്റ് വാൽവ് റിമെയിൻസ് ക്ലോസ്ഡ്. ദിസ് ഓപ്പറേഷൻ ഈസ് റെപ്രസെന്റഡ് ബൈ ഫൈൽ 1 ഇൻ ദ പി വി ഡയഗ്രം. പി വി ഡയഗ്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ പി വി ഡയഗ്രം. ഇതിനകത്ത് ഫൈൽ 1 എന്ന് പറയുന്ന പ്രോസസ്സാണ് സെക്ഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഹിയർ ദിസ് ഇസ് എ ടി ഡി സി, ഇറ്റ് ഈസ് എ ബി ഡി സി. ഇതാണ് എന്ത് സംഭവിക്കുന്നത്, 5 to 1 സെക്ഷൻ നടക്കുകയാണ്. ഓക്കെ, നൗ compression stroke. The piston moves towards the TDC. TDC ലേക്ക് മൂവ് ചെയ്യും. Okay, so what happens? The air get compressed. The piston compresses the air to high temperature and pressure. ഈ ടെമ്പറേച്ചറിന്റെ കണ്ടീഷൻ ഞാൻ പറഞ്ഞു, അതായത് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഫ്യൂലിന്റെ ഇഗ്നിഷൻ ടെമ്പറേച്ചറിനെക്കാളും കൂടുതലായിരിക്കണം നമ്മളിവിടെ പ്രഷറൈസ് ചെയ്ത് ഈ കംപ്രസ് ചെയ്ത് കൊണ്ടുവരുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഈ സമയത്ത് രണ്ട് വാൽവും എന്താണ്, ക്ലോസ്ഡ് ആണ്. ബോത്ത് inlet and exhaust valve remains closed during this process. This is represented by line 1 to 2 in the PV diagram. PV diagram എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 to 2 പ്രോസസ് ആണ്. ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്ക് പോകുമ്പോഴത്തേക്ക് പ്രഷറൈസ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കർവ് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, 1 to 2 is the compression process. Now expansion or working stroke എന്താ സംഭവിക്കുന്നത്, towards the end of the compression stroke, a metered quantity of fuel is injected in the form of fine spray into the compressed air. The fuel starts burning and pushes the piston downwards from TDC. At point 3, the fuel supply is cut off. അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്, നമുക്ക് 2 to 3 എന്ന് പറയുന്നതാണ് നമുക്ക് ഹീറ്റ് അഡിഷൻ പ്രോസസ് നടക്കുന്നത്. സോ ഹീറ്റ് അഡിഷൻ പ്രോസസ് ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. സോ 2 എന്ന് പറയുന്ന പോയിന്റ് മുതൽ എന്ത് ചെയ്യും, നമ്മൾ ഫ്യൂൽ ഇഞ്ചെക്ട് ചെയ്യും. ഫ്യൂൽ ഇഞ്ചെക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, അവിടെ ഹീറ്റ് അഡിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. 3 എന്ന് പറയുന്ന പോയിന്റ് എത്തുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യുന്ന ഫ്യൂലിന്റെ ക്വാണ്ടിറ്റി കട്ട് ചെയ്യും. അതാണ് കട്ട് ഓഫ് റേഷ്യോ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, V3/V2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെയാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ഹീറ്റ് അഡിഷൻ പ്രോസസ് നടക്കുന്നത്. സോ ദിസ് ഇസ് റെപ്രസെന്റഡ് ബൈ 2, 3 ഇൻ ദ പി വി ഡയഗ്രാം. ഓക്കെ, നൗ 3 to 4 is the expansion stroke. Piston moves towards the bottom dead center. So 3 to 4 ആണ് നമുക്ക് എന്ത് കിട്ടുക,
പവർ കിട്ടുന്നത്. Okay, the high pressure gas in the cylinder expand up to 4 doing a work on the piston. The inlet and exhaust valve remains closed during this process. At the end of the stroke, the exhaust valve opens. Okay, now what is exhaust stroke? The piston moves from BDC നിന്ന് TDC ലേക്ക് മൂവ് ചെയ്യും. And the burned gas escapes through the exhaust valve. Exhaust valve open ആക്കിയിരിക്കുന്നതുകൊണ്ട് exhaust valve വഴി burned gas പുറത്തു പോകും. During this stroke, the inlet valve remains closed. The inlet valve closed ആണ്. The stroke is represented by the line 1 to 5 in the PV diagram. PV diagram നോക്കുകയാണെങ്കിൽ 1 to 5 ആണ് എന്ന് പറയുന്നത് exhaust stroke. So what is 4-1? It is the heat releasing. Heat rejection ആണ്. Heat rejection takes place at constant pressure. So 3 to 4 എന്ന് പറയുന്നതാണ് expansion stroke. 4 to 1 എന്ന് പറയുന്നതാണ് heat rejection process. So this is carried out constant volume. Is it clear? Yes, sir. Yes, sir. Yes, sir. Yes, sir. Okay. I will show you a video. കാണാൻ പറ്റുന്നില്ലെങ്കിൽ പറയണേ. You are able to see the video, just go ahead. വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. സോ ഇതിനകത്ത് നമ്മൾ കമ്പോണൻസ് പറയും, ഓരോ പ്രോസസ്സിലും നടക്കുന്ന ഓരോ സ്ട്രോക്കിലും നടക്കുന്ന കാര്യങ്ങളും കൂടെ പറയും. സോ ബി കെയർഫുൾ വൈൽ വാച്ചിങ് ദ വീഡിയോ. ഇത്രയും ചേരുന്നതാണ് നമ്മുടെ എന്താ പറയുന്നത് എൻജിൻ എന്ന് പറയുന്നത്. എന്തൊക്കെ വരുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചതിനേക്കാളും കൂടുതൽ കാര്യങ്ങളുണ്ടാകും. പക്ഷെ നമ്മൾ പഠിച്ച ഡീറ്റെയിൽസ് ആണ് എസെൻഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ്. അത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഇതിനകത്ത് ഇവിടെ സിലിണ്ടർ കാണിക്കുന്നുണ്ട്, പിസ്റ്റൺ കാണിക്കുന്നുണ്ട്, കണക്ഷൻ റോഡ് കാണിക്കുന്നുണ്ട്, ക്രാങ്ക് ഷാഫ്റ്റ് കാണിക്കുന്നുണ്ട്. ദിസ് ഇസ് ദ ഇൻലെറ്റ് വാൽവ് ത്രൂ വിച്ച് ദ ഫ്രഷ് എയർ ഈസ് കമ്മിങ് ഇൻ ടു ദ സിലിണ്ടർ. ദിസ് ഇസ് ദ എക്സോസ്റ്റ് വാൽവ്. ഇതുവഴിയായിരിക്കും ബേൺഡ് ചാർജ് പുറത്തേക്ക് പോകുന്നത്. ദെൻ ദിസ് ഇസ് ദ ഫ്യൂൽ ഇഞ്ചക്ടർ. മീറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂവൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഫ്യൂൽ ഇഞ്ചക്ടർ വഴിയായിരിക്കും. ഓക്കെ. So this is the top dead center and this is the bottom dead center, and this is a combustion chamber. Combustion chamber means that the chamber at which the combustion takes place. ഈ ഒരു ക്യാവിറ്റിയിലാണ് നമുക്ക് ആക്ച്വലി കമ്പസ്റ്റൻ നടക്കുന്നത്. So the intake and the suction stroke takes place in this engine. BDC ഉണ്ട്, TDC ഉണ്ട്. Piston moves from top dead center to bottom dead center. So inlet valve ഓപ്പൺ ആയിരിക്കും, എക്സോസ്റ്റ് വാൽവ് ക്ലോസ്ഡ് തന്നെ ആയിരിക്കും. ഓക്കെ. സോ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ക്യാം ഷാഫ്റ്റ് വഴിയാണ്. ഈ ക്യാം ഷാഫ്റ്റ് വെച്ചിട്ടാണ് ഇത് ടൈം ചെയ്ത് വെച്ചിരിക്കുകയാണ്. പർട്ടിക്കുലർ ടൈം ആകുമ്പോഴത്തേക്ക് ഇത് ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യും. കാര്യം സ്പ്രിംഗ് ലോഡഡ് ആണ് മെക്കാനിസംസ് എന്ന് പറയുന്നത് ഈ വാൽവിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ സിറിഞ്ചിനകത്ത് നമ്മൾ ചെയ്യുന്നത് പോലെയാണ്. നമ്മൾ താഴോട്ട് അതിന് ആ ഒരു പോർഷന് താഴോട്ട് വലിക്കുന്ന സമയത്ത് നമുക്കറിയാം അതിനകത്ത് വാക്വം വരും. കാര്യം ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് എപ്പോഴും ഫ്ലൂയിഡ് ട്രാൻസ്ഫർ ചെയ്തോളൂ, അല്ലെങ്കിൽ മാറ്റർ ട്രാൻസ്ഫർ ചെയ്തോളൂ. അതേപോലെ തന്നെ അപ്പോൾ ഇവിടെ ലോ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും കൂടുതൽ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് അറ്റ്മോസ്ഫിയറിക് എയർ നമുക്ക് ഈ വാൽവ് വഴി വാൽവ് ഓപ്പൺ ആയി കൊടുത്താൽ ആ വാൽവ് വഴി ഇതിനകത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരും.
അതാണ് ഞാൻ പറയാം, ബിഫോർ റീച്ചിങ് ടു ദ ബോട്ടം ഡെഡ് സെന്റർ വാട്ട് ഹാപ്പൻസ്, ദ ഇൻലെറ്റ് വാൽവ് ഗെറ്റ് ക്ലോസ്ഡ്. അത് ആണ് ഒരു പ്രോസസ്സ് പറയുന്നത്. ഇൻലെറ്റ് വാൽവ് എന്ന് പറയുന്നത് ക്ലോസ് ആവുന്നത് സക്ഷൻ തീരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആവും. സോ മൂവ്മെന്റ് ഫ്രം ബി ഡി സി ടു ടി ഡി സി ആണ് പിസ്റ്റന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദിസ് എയർ ഈസ് ബീങ് ഗെറ്റ് കംപ്രസ് ചെയ്യുമ്പോഴത്തെ എന്ത് ചെയ്യും, അതിന്റെ പ്രഷർ കൂടും, അതിന്റെ ടെമ്പറേച്ചർ കൂടും. മീൻസ് ദാറ്റ് ഇത് ഹോട്ട് സ്റ്റേറ്റിലേക്ക് വരും ഈ എയർ. സോ ഡ്യൂറിങ് ദിസ് സ്ട്രോക്ക് ബോത്ത് വാൽവ്സ് റിമെയിൻസ് ക്ലോസ്ഡ്. ഇതിനകത്തോട്ട് ഫ്രഷ് ചാർജ് ഒന്നും കയറിയത്തില്ല, ഇതിൽ നിന്നൊന്നും പുറത്ത് പോവുകയും ചെയ്യത്തില്ല. സോ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് 12:1 to 22:1 ആ റേഷ്യോയിലേക്കായിരിക്കും കംപ്രസ് ചെയ്ത് പോകുന്നത്. കംപ്രഷൻ റേഷ്യോ നമുക്കറിയാൻ വാല്യൂ. So what happens at the end of the compression stroke, the fuel injector injects a metered quantity of the fuel in a finely atomized form into the cylinder. അപ്പം കംപ്രഷൻ എൻഡ് തീരുന്നതിന് മുമ്പായിട്ടായിരിക്കും എന്ത് ചെയ്യാം, ഈ ഫ്യൂൽ ഇഞ്ചക്ടർ വഴി അറ്റമൈസ്ഡ് ആയിട്ട് ക്വാണ്ടിറ്റിയിൽ ഫ്യൂൽ ഇഞ്ചക്ടർ ഈ വേർഡ് ഇതിനകത്ത്, കാര്യം ഇതിനകത്ത് ഇനി വേർഡ്സ് ഉണ്ടെങ്കിൽ ആ വേർഡ്സിലേക്ക് വേണം എന്ത് ചെയ്യാം, ഈ അറ്റമൈസ് ചെയ്യുന്ന മാറ്റർ കയറി വരാനായിട്ട്. So what happens, the combustion takes place and results the power stroke. ഈ മീറ്റഡ് ക്വാണ്ടിറ്റി കൊടുത്ത് തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അതിനകത്ത് ബേണിങ് നടക്കും, പവർ സ്ട്രോക്ക് റിസൾട്ട് ചെയ്യും. ഇതാണ് പറഞ്ഞത്, കംപ്രഷൻ റൈസസ് ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എയർ ടു മാച്ച് ദ ഓട്ടോ ഓർ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഓഫ് ഡീസൽ. ഡീസലിന്റെ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഉണ്ട്, ആ ടെമ്പറേച്ചറിലേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ എയറിനെ നമ്മൾ പ്രഷറൈസ് ചെയ്ത് അതിന്റെ ടെമ്പറേച്ചറും എത്തിച്ചു വയ്ക്കാൻ, എന്നാൽ മാത്രമേ ഇത് ബേൺ ആവത്തുള്ളൂ. സോ വാട്ട് ഹാപ്പൻസ് ഇൻ അറ്റോമൈസ്ഡ്, അതായത് ആ മൈക്രോ ലെവലിൽ എന്താ സംഭവിക്കുന്നതാണ്, ഇതിനകത്ത് എയറിന്റെ മോളിക്യൂൾസ് ഉണ്ട്, ഫ്യൂലിന്റെ മോളിക്യൂൾസ് ഉണ്ട്. These fuel molecules absorbs heat from the surrounding hot air and vaporizes. This results into combustion and subsequent generation of energy. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്. So both valves remains closed during this power stroke. So piston ഈ ഒരു സ്ട്രോക്ക്, ഈ ഒരു എക്സ്പ്ലോഷൻ കിട്ടുന്നുണ്ടാണ് എന്ത് ചെയ്യുന്നത്, പിസ്റ്റൺ താഴേക്ക് പോകുന്നത്. അതായത് നമുക്ക് ആക്ച്വലി എന്താ സംഭവിക്കുന്നത് പറയുന്നത്, ഈ ഒരു സമയത്ത് ഈ ഒരു പിസ്റ്റൺ അബ്സോർവ് ചെയ്യുന്ന എനർജി ഉണ്ടല്ലോ, ആ എനർജി യൂസ് ചെയ്തിട്ട് വേണം ബാക്കി 3 സ്ട്രോക്സുകൾ നടക്കാൻ. അതായത് ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ സമയത്ത് കിട്ടുന്ന എനർജിയിൽ കുറച്ച് എനർജിയാണ് നമുക്ക് ഷാഫ്റ്റിൽ അവൈലബിൾ ആവുന്നത്, ബാക്കി കുറച്ച് ഫ്ലൈ വീലിലേക്ക് സ്റ്റോർ ചെയ്യും. എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത എക്സോസ്റ്റ് സ്ട്രോക്ക് നടക്കണം, അത് കഴിഞ്ഞിട്ട് സക്ഷൻ നടക്കണം, അത് കഴിഞ്ഞിട്ട് കംപ്രഷൻ നടക്കണം. കംപ്രഷൻ അവിടെ തീരുമ്പോഴത്തേക്ക് ഈ സ്റ്റോർ ചെയ്ത എനർജി എല്ലാം തീരും. കാര്യം നമുക്ക് ആംഗുലർ മൊമെന്റ് അറിയില്ല, ആ എനർജി കിട്ടുമ്പോൾ അതിനകത്ത് നിന്നാണ് ഒരു കൗണ്ടർ വെയിറ്റ് ഉണ്ട്, ആ കൗണ്ടർ വെയിറ്റ് കുറച്ച് എനർജി സ്റ്റോർ ചെയ്തിട്ട് റിലീസ് ചെയ്ത് വരും. ആ റിലീസ് ചെയ്ത് വരുന്ന എനർജിയിലാണ് എന്ത് ചെയ്യുക, ബാക്കി 3 സ്ട്രോക്കുകൾ നടക്കുന്നത്. ഏതൊക്കെയാ, ഇത് കഴിഞ്ഞ് വരുന്ന എക്സോ സ്ട്രോക്ക്, അതായത് ഈ കിട്ടിയ ഫ്ലോയിൽ അങ്ങ് പോകും. പിന്നീട് അത് കഴിഞ്ഞിട്ട് സക്ഷൻ നടക്കും, പിന്നെ കംപ്രഷൻ എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ സ്റ്റോർ ചെയ്ത എനർജി തീരും. അപ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും പുതിയ പവർ സ്ട്രോക്ക് കിട്ടും, വീണ്ടും ആ പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് പോകും. ഇതാണ് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. ഇതിനകത്താണ് ഇപ്പം കുറച്ച്, അതായത് അടുത്ത 3 എനർജിക്ക് വേണ്ടിയിട്ടുള്ള 3 സ്ട്രോക്സിന് വേണ്ടിയിട്ടുള്ള എനർജി ഈ ഫ്ലൈ വീലിൽ ഇപ്പം സ്റ്റോർ ചെയ്യുന്നുണ്ട്. ബാക്കിയാണ് നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിൽ എടുക്കാൻ പറ്റുന്നത്.
എന്തൊക്കെയാണ് ഈ ഒരു കമ്പസ്റ്റൻ കഴിഞ്ഞിട്ട് വരുന്ന പ്രോഡക്റ്റിനകത്തുള്ളത്? കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, സൾഫർ ഓക്സൈഡ് ഉണ്ട്, ഹൈഡ്രോ കാർബൺസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനൊക്കെ നമ്മൾ പുറത്തോട്ട് എക്സ്പെൽ ചെയ്യുന്നത്. ക്ലിയർ? മനസ്സിലായല്ലോ? ഓക്കെ, ഫൈൻ. അപ്പൊ ഇനി നമുക്ക് അടുത്ത എഞ്ചിൻ എന്ന് പറഞ്ഞതാണ് ടു സ്ട്രോക്ക് എഞ്ചിനാണ്. എന്താണ് ടു സ്ട്രോക്ക് എഞ്ചിൻ? നമ്മൾ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഫോർ സ്ട്രോക്ക് എഞ്ചിൻ മീൻസ് ദാറ്റ് ദ വർക്കിംഗ് സൈക്കിൾ കംപ്ലീറ്റഡ് ബൈ 4 സ്ട്രോക്സ്, അല്ലേ? 4 സ്ട്രോക്സ് കൊണ്ട് ഒരു വർക്കിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയും. ക്രാങ്ക് ഷാഫ്റ്റിന്റെ ബേസ് ചെയ്താണെങ്കിൽ എന്ത് പറയും? 4 സ്ട്രോക്സ് അല്ലെങ്കിൽ 2 റെവല്യൂഷൻ ഓഫ് ദ ക്രാങ്ക് ഷാഫ്റ്റ്. ടു സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തെ എന്തായിരിക്കും? അത് നേരെ പകുതിയാവും. 4 സ്ട്രോക്ക് എന്നുള്ള എത്ര സ്ട്രോക്കായി മാറും? 2 സ്ട്രോക്ക്. ഇനി 2 റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് എന്നുള്ള എത്രയായി മാറും? സിംഗിൾ റെവല്യൂഷൻ ആയി മാറും. ഓക്കെ, അതാണ് നമുക്ക് ടു സ്ട്രോക്കിന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. 1 സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ കംപ്ലീറ്റഡ് ഇൻ 2 സ്ട്രോക്സ് ഓഫ് ദ പിസ്റ്റൺ ഓർ ഇൻ 1 റെവല്യൂഷൻ ഓഫ് ദ ക്രാങ്ക്. അതായത് ഒറ്റ റെവല്യൂഷനിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് സൈക്കിളും തീരും. ഓക്കെ, അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനിവിടെ താഴെ ഒരു സപ്ലിമെന്റ് ആയിട്ട് ഒരു ഫിഗർ, ഒരു ജിഫ് ഇട്ടിട്ടുണ്ട്. ആ ഒരു കാണുന്ന ഇമേജിനകത്ത് കാണുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കൺസ്ട്രക്ഷൻ ഈസ് സംതിങ് ഡിഫറെന്റ്, എസ്പെഷ്യലി വിത്ത് ദ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ. അതേപോലെയാണോ ഇതിനകത്ത് കാണുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ടു സ്ട്രോക്ക് എഞ്ചിനിൽ? കാണുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? അതായത് ഫോർ സ്ട്രോക്ക് എഞ്ചിൻ, കാര്യം വിസിബിൾ എക്സസൈസ് എന്ന് പറയുന്ന സാധനമുണ്ട്. വിസിബിളി നിങ്ങൾക്ക് എന്താണ്, വിഷ്വലി നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് വിത്ത് റെസ്പെക്ട് ടു ഫോർ സ്ട്രോക്ക് എഞ്ചിൻ? എന്തെങ്കിലും എന്തൊക്കെ ചേഞ്ചസ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, അതായത് നമ്മള് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ എന്തില്ല, സ്ട്രോക്സ് ഇല്ല. അതായത് ആക്ച്വലി വി കുഡന്റ് എലിമിനേറ്റ് എനി ഓഫ് ദ സ്ട്രോക്സ്. എനി ഓഫ് ദ സ്ട്രോക്ക് എന്ന് പറയാൻ പറ്റുന്ന പ്രോസസ്സുകൾ. അതായത് നമുക്ക് സക്ഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? അതായത് ഫ്രഷ് ചാർജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. കംപ്രഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. എക്സ്പാൻഷൻ അതാണ് നമുക്ക് വേണ്ടത്, അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നീടുള്ള എക്സോസ്റ്റ്, അതായത് ബേൺഡ് ചാർജിനെ പുറത്ത് കളഞ്ഞാലേ പറ്റുള്ളൂ, എന്നാലേ ഫ്രഷ് ചാർജ് വീണ്ടും എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ 4 പ്രോസസ്സുകൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാതെ ഈ പ്രോസസ്സുകളെ നമ്മൾ കമ്പൈൻ ചെയ്യാണ്. അതായത് ഒരു സ്ട്രോക്കിനകത്ത് ഈ 2 പ്രോസസ്സുകൾ നടക്കുന്ന ഒരു കോമ്പിനേഷൻ സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലേ? അതായത് കംപ്രഷൻ നടക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ തന്നെ വേറൊരു പ്രോസസ്സും കൂടെ നടക്കണം. എക്സോസ്റ്റ് നടക്കുന്നതിന്റെ കൂടെ തന്നെ വേറൊരു പ്രോസസ്സും കൂടെ നടക്കണം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന 4 സ്ട്രോക്സ്, അതായത് ഇൻഡിപെൻഡന്റ് ഓരോ സ്ട്രോക്ക് വെച്ചിട്ട് ഓരോ പ്രോസസ്സ് ചെയ്യാതെ 2 സ്ട്രോക്കുകൾ കൊണ്ട് എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ സ്പീഡി ആയിട്ട് എഞ്ചിൻ കിട്ടും, അല്ലെ? ടു സ്ട്രോക്ക് എഞ്ചിൻസ് എല്ലാം ഹൈ സ്പീഡ് എഞ്ചിൻസ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആവുന്നത്. ഓക്കെ, അപ്പം വേറെ എന്ത് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? അതായത് കൺസ്ട്രക്ഷൻ പാർട്ടിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്സിംഗ് ആയിട്ട് കാണാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് കാണാൻ പറ്റുന്നുണ്ടോ? സൈഡിലൊരു സെപ്പറേറ്റ് പാസേജ് പോലെ ഉണ്ട്. സൈഡിലൊരു സെപ്പറേറ്റ് പാസേജ് കാണുന്നുണ്ട്. പിന്നീട് ഇൻടേക്ക് തറയില്ല. ഏതാണ്? ഇൻടേക്ക് വാൽവ്. വാൽവ് കാണുന്നില്ല. വാൽവ് ഉണ്ടോ? വാൽവേ കാണുന്നില്ല. സിലിണ്ടർ ഹെഡ് നോക്കി, അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? സ്പാർക്ക് പ്ലഗ്. എന്തിന്റെ കേസിലാണെങ്കിൽ എന്തിനാണ് നമ്മൾ സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്യുന്നത്? പെട്രോൾ എഞ്ചിൻ. അത് ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും കാണുന്നത്? ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയിരിക്കും. അപ്പൊ ഞാനിപ്പോ ടു സ്ട്രോക്ക് എഞ്ചിൻ പറയുമ്പോഴത്തേക്ക് കമ്പൈൻഡ് ആയിട്ടായിരിക്കും പറയുന്നത്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയത്തില്ല. ടു സ്ട്രോക്ക് എഞ്ചിൻ പെട്രോൾ എഞ്ചിന്റെ വർക്കിങ്ങും ഡീസൽ എഞ്ചിന്റെ വർക്കിങ്ങും സൈമൾട്ടേനിയസ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത്.
ഓക്കെ, അപ്പം ഫസ്റ്റ് ചേഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ദ എൻറ്റയർ തിങ് ഈസ് പ്ലേസ്ഡ് ഇൻ എ കേസ് അല്ലേ? ദ എൻറ്റയർ തിങ് കംസ് ഇൻ എ കേസ്. ഒരു കേസിനകത്ത് ഉള്ളിൽ കിടക്കുന്ന പോലെയാണ്. അതായത് പിസ്റ്റൺ മൂവ്സ് റെസിപ്രോക്കേറ്റിംഗ് ഇൻസൈഡ് ദ സിലിണ്ടർ. ഈ സിലിണ്ടറിനകത്ത് എന്താ കാണുന്നത്? സ്ലോട്ട് കാണുന്നുണ്ട്, ഓപ്പണിങ്സ് കാണുന്നുണ്ട്, ശരിയല്ലേ? സിലിണ്ടർ വാൾസിനകത്ത് 4-stroke എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ സിലിണ്ടർ വാൾസിനകത്ത് എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? പിസ്റ്റൺ മാത്രം മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ കംപ്ലീറ്റ് ജംഗ്ഷൻസും എന്താണ്, 2 ഓപ്പണിങ്സ് വരുന്നുള്ളൂ. ടോപ്പിലും ബോട്ടമായിട്ട് നമുക്ക് ഓപ്പണിംഗ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2-stroke എഞ്ചിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിലിണ്ടറിന്റെ ഉള്ളിൽ തന്നെ വേറെ ഹോൾസ് കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ഹോൾ കാണുന്നുണ്ട്, ഒന്നാമത്തെ ഹോൾ ഇവിടെ കാണുന്നുണ്ട്, 2 താണ്ടി ഇവിടെ കാണുന്നുണ്ട്, 3 താണ്ടി ഇവിടെ കാണുന്നുണ്ട്, ശരിയല്ലേ? സിലിണ്ടറിൽ അപ്പം 3 ഹോള് കാണുന്നുണ്ട്. നമ്മൾ ഹോൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്കതൊരു വല്ലാത്തൊരു പേരായിരിക്കും. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന പേര് എന്ന് പറയുന്നത് പോർട്ട് എന്നാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 4-stroke എഞ്ചിനകത്ത് 2-stroke എഞ്ചിനകത്ത് വാൽവ് എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. ഇത് നിങ്ങൾ വാൽവായിട്ട് നോക്കണ്ട, ഇത് ജസ്റ്റ് വേറൊരു നോൺ റിട്ടേൺ സെക്ഷൻ ആയിട്ട് വിട്ടാൽ മതി. ഓക്കെ, അത് നമുക്ക് ഈ ഒരു പോർഷൻ നോക്കണ്ട, ഇത് നിങ്ങൾ ഓപ്പണിംഗ് ആയിട്ട് തന്നെ വിചാരിച്ചു. അപ്പം വാൽവ് എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. ഇൻസ്റ്റെഡ് ഓഫ് വാൽവ്, എത്ര വാൽവാണ് നമുക്ക് 4-stroke എഞ്ചിനകത്തുള്ളത്? 2 വാൽവാണ്. ഈ 2 വാൽവിനെ നമ്മൾ 3 പോർട്ട് വെച്ച് റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത് 2-stroke എഞ്ചിനകത്ത്. ഈ പോർട്ടുകൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എവിടെ തന്നെയാണ്? സിലിണ്ടറിന്റെ ഉള്ളിലാണ്. ഓക്കെ, ഇനി ഈ പോർട്ടിന്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എന്ത് വെച്ചിട്ടാണ് നടക്കുന്നത്? പിസ്റ്റണിന്റെ സർഫസ് വെച്ചിട്ട്, ശരിയാണോ? പിസ്റ്റണിന്റെ സർഫസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും നടക്കുന്നത്. ഇനി നോക്കിക്കഴിഞ്ഞാൽ പൊസിഷൻ നോക്കി, ഇത് എന്ത് പോർട്ടായിരിക്കും? ഇതുവഴി പോകുന്നത് എന്ത് സാധനമായിരിക്കും? ക്യാൻ യു ഗസ് വാട്ട് ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട്? എക്സോസ്റ്റ്. അപ്പം ഇതിന് പറയുന്ന പേരാണ് എക്സോസ്റ്റ് പോർട്ട്. ഇതാണ് എക്സോസ്റ്റ് പോർട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് എന്താ സംഭവിക്കുന്നത്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഫ്യൂല്, ഫ്രഷ് എയർ അല്ലെങ്കിൽ ഫ്രഷ് ചാർജ് എന്നാ പറയാം നമുക്ക്. ഫ്രഷ് ചാർജ് എന്ന് പറയും. ഫ്രഷ് ചാർജ് പിസ്റ്റന്റെ മേളിലോട്ട് വരുന്നത് ഇത് വഴിയാണ്, ഈ പോർട്ട് വഴിയാണ്. ഇതാണ് ട്രാൻസ്ഫർ പോർട്ട്. ഓക്കെ, ഇനി ഇവിടെ ഇതുവഴിയാണ് എന്ത് ചെയ്യുന്നത്? പുറത്തു നിന്ന് എന്ത് കയറി വരുന്നത്? ഫ്രഷ് ചാർജ് കയറി വരുന്നത്. സോ ദിസ് ഇസ് കോൾഡ് സക്ഷൻ പോർട്ട്. അപ്പൊ എത്ര പോർട്ടാണ് ഉള്ളത്? 3 പോർട്ടാണ് ഉള്ളത്. ഏതൊക്കെയാണ്? സക്ഷൻ പോർട്ട് ത്രൂ വിച്ച് ദ ഫ്രഷ് ചാർജ് ഇൻട്രൊഡ്യൂസിങ് ഇൻ ടു ദ എൻജിൻ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എവിടെ നമ്മൾ പറയാൻ പറ്റത്തില്ല, ഇൻ ടു ദ എൻജിൻ. സോ ഈ ഒരു പാർട്ടിനെ പറയുന്ന പേരാണ് ക്രാങ്ക് കേസ്. ക്രാങ്ക് കേസ് എന്ന് പറയും. അതായത് നമുക്ക് ഇതാണ് കണക്റ്റിംഗ് റോഡ്, ഇതാണ് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ്. ഈ 2 സാധനങ്ങളും ഒരു സെക്ഷനകത്ത് എൻക്ലോസ്ഡ് ആണ്. ആ സെക്ഷന് പറയുന്ന പേരാണ് ക്രാങ്ക് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ കറക്റ്റായിട്ട് സ്ട്രക്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുട്ടുണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ? പുട്ടുണ്ടാക്കുന്ന കലവും അതിന്റെ മേളിൽ നമ്മൾ ആ കുറ്റിയും കൂടെ കുത്തി വെച്ചാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ഒരു പാർട്ട്, ആ കലമാണ് നമ്മുടെ ക്രാങ്ക് കേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആ സ്ട്രക്ചർ മനസ്സിലായി വന്നല്ലോ. അപ്പം ഈ ക്രാങ്ക് കേസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ 2 ജംഗ്ഷൻസിൽ നമുക്ക് ചാർജുകൾ വരുന്നുണ്ട്. ഒന്ന് വെച്ചാൽ 2 സർഫസ് ആയിട്ട് പറയാം, അതായത് പിസ്റ്റണിന്റെ ടോപ്പ് സർഫസും പിസ്റ്റണിന്റെ ബോട്ടം സർഫസും. ആ 2 സ്ഥലങ്ങളിലും എന്ത് വരുന്നുണ്ട്? ചാർജ് വരുന്നുണ്ട്, അല്ലേ? പക്ഷെ 4-stroke എഞ്ചിനകത്ത് അങ്ങനെയല്ല. പിസ്റ്റന്റെ സർഫസ്, ടോപ്പ് സർഫസിൽ മാത്രമേ എന്തുമായിട്ട് കോൺടാക്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ? ചാർജ് കോൺടാക്ട് വരുന്നുള്ളൂ. താഴത്തെ അതിനകത്തൊന്നും എന്ത് വരുന്നുണ്ടായിരുന്നില്ല? ചാർജ് കോൺടാക്ട് വരുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ പിസ്റ്റന്റെ ബോട്ടം പോർഷനിലും ചാർജ് വരുന്നുണ്ട്, അപ്പർ പോർഷനകത്തും ചാർജ് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഈ സക്ഷൻ പോർട്ട് വഴിയായിരിക്കും എന്ത് വരുന്നത്? ഫ്രഷ് ചാർജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നത്. അതായത് ക്രാങ്ക് കേസിന്റെ ഉള്ളിലേക്ക് ഫ്രഷ് ചാർജ് കയറി വരുന്നത് ഈ സക്ഷൻ പോർട്ട് വഴിയായിരിക്കും. ഓക്കെ, ഇനി കയറി വന്നതിന് ശേഷം പിസ്റ്റൻ താഴോട്ട് വരികയാണല്ലോ. അതായത് കയറി വന്നു, പിന്നെ പിസ്റ്റൻ താഴോട്ട് വരുന്നു. താഴോട്ട് വരുമ്പോൾ ഈ സർഫസ് വഴി എന്ത് ചെയ്യും? ഒരു പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. ആ പ്രഷർ കൊണ്ടാണ് എന്ത് ചെയ്യും? ഈ ലൈൻ വഴി പുറമേലോട്ട് കയറി വരുന്നത്, ശരിയല്ലേ? നിങ്ങൾ അതിനെ കീറി മുറിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ഫിഗറിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് മുകളിലോട്ട് പോകുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? സാക്ഷൻ ഇതിനകത്ത് ക്രാങ്കിനകത്ത് ഫില്ല് ചെയ്യുന്നത് ചാർജ്. താഴോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ കയറി വന്ന സാധനം ഈ ട്രാൻസ്ഫർ ലൈനിലൂടെ കയറി ട്രാൻസ്ഫർ പോർട്ട് വഴി മേളി വരികയാണ് ചെയ്യുന്നത്.
ശരിയാണോ? Yes, sir. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? കണക്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾ? Yes, sir. കാര്യം നമ്മൾ ഇതിന്റെ ഒരു സംഭവം പറഞ്ഞതിന് ശേഷം ഞാൻ എന്റെ വർക്കിംഗ് പറയത്തുള്ളൂ എന്താ സംഭവിക്കുന്നത്. അപ്പൊ ഓരോ ഫീച്ചേഴ്സുമാണ് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിനകത്ത്. നോക്കി കഴിഞ്ഞാൽ അപ്പർ, അതായത് മോളോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഈ സക്ഷൻ പോർട്ട് വഴി ഫ്രഷ് ചാർജ് ഇതിനകത്തോട്ട് കയറി വരും. താഴോട്ട് വരുമ്പോഴത്തേക്ക് ആ ഫ്രഷ് ചാർജ് ട്രാൻസ്ഫർ ലൈൻ വഴി, ട്രാൻസ്ഫർ പോർട്ട് വഴി മേളി വരികയാണ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ. ഇനി ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഞാനിപ്പം ചാർജ് എന്ന് പറയുന്നില്ലേ, ഞാൻ ഡീസൽ എഞ്ചിനും പെട്രോളും ആയിട്ടൊന്ന് മാറ്റാണ്. ഡീസൽ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ഈ കയറി വരുന്നത് എന്ത് മാത്രമായിരിക്കും? ഈ ബ്ലൂ എന്ത് മാത്രമായിരിക്കും? അതാണ് ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ ഈ ബ്ലൂ എന്ന് പറയുന്ന കളർ എന്തായിരിക്കും? ചാർജ്, എയർ മാത്രമായിരിക്കും. ഓക്കെ. അപ്പൊ എന്ത് സംഭവിക്കും? ഈ എയർ ഇതുവഴി പിന്നീട് താഴോട്ട് വരുന്ന സമയത്ത് ഇതുവഴി മേളിലോട്ട് കയറി വരും, ട്രാൻസ്ഫർ ലൈൻ വഴി മേളി വരും. ശരിയല്ലേ? അവിടെ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നത്? കയറി വന്ന സാധനത്തിനെ ട്രാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? കംപ്രസ് ചെയ്ത് കംപ്രഷന്റെ എൻഡിൽ എന്ത് ചെയ്യും? ഫ്യൂൽ ഇഞ്ചക്ട് വഴി ഇഞ്ചക്ഷൻ കൊടുത്ത് എന്ത് ചെയ്യും? ബേൺ ചെയ്ത് ആ എക്സോസ്റ്റ് പുറത്തു പോകും. ഇതല്ലേ സംഭവിക്കണേ? ഇനി ഓക്കെ, ഇത് ഡീസൽ എഞ്ചിന്റെ വർക്കിംഗ് കഴിഞ്ഞു. 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ അത് ഡീസൽ എഞ്ചിന്റെ വർക്കിംഗ് കഴിഞ്ഞു. പെട്രോൾ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ഈ കയറി വരുന്ന ബ്ലൂ എന്തായിരിക്കും? ഫ്യൂവൽ ആൻഡ് എയർ. ഫ്യൂവൽ ആൻഡ് എയർ ആയിരിക്കും. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യും? ചാർജ് നേരെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ എന്തായിരിക്കും കാണുന്നത്? ഫ്യൂൽ ഇഞ്ചക്ടർ ആയിരിക്കത്തില്ല, അതിന് പകരം സ്പാർക്ക് പ്ലഗ് ആയിരിക്കും. സ്പാർക്ക് പ്ലഗ് വെച്ചിട്ട് എന്ത് ചെയ്യും? അവിടെ സ്പാർക്ക് കൊടുത്ത് ഇഗ്നൈറ്റ് ചെയ്യും, അത് പുറത്തു പോകും. ക്ലിയർ ആയോ? ഇതാണ് 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ, 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ. ഇതിനകത്ത് നമുക്ക് PV ഡയഗ്രാംസ് ഒന്നും വരയ്ക്കാനില്ല, ജസ്റ്റ് ഇതങ്ങ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? ഇവിടെ എന്താ അവർ പറഞ്ഞിരിക്കുന്നത് നോക്കി. സോ 1 cycle of operation completed in 2 strokes of the piston or in 1 revolution of the crankshaft. This is achieved by eliminating separate suction and exhaust stroke. Since there is 1 working stroke in every revolution, the power developed in 2-stroke engine will be double that of a 4-stroke engine. Okay, 4-stroke engine അത് 4 സ്ട്രോക്ക് വരുമ്പോഴേ ഒരു പവർ സ്ട്രോക്ക് ഉണ്ടാവത്തുള്ളൂ. 4 സ്ട്രോക്കുകൾ വരുമ്പോൾ ഒരു പവർ സ്ട്രോക്ക് ഉണ്ടാവും. പക്ഷേ 2 സ്ട്രോക്ക് എഞ്ചിനകത്ത് 2 സ്ട്രോക്കിനകത്ത് ഒന്നെന്താണ്? പവർ സ്ട്രോക്ക് ആണ്. It means that we are getting the power in every cycle. Every റൊട്ടേഷനിലും എന്ത് കിട്ടുന്നുണ്ട്? ഒരു പവർ സ്ട്രോക്ക് കിട്ടുന്നത്. മറ്റേനകത്ത് എന്താണ്? 2 റൊട്ടേഷൻ കൂടുമ്പോൾ എന്ത് കിട്ടത്തുള്ളൂ? ഒരു പവർ സ്ട്രോക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് the power developed in 2-stroke engine will be double that of 4-stroke engine. അപ്പം കൂടുതൽ പവർ തരുന്നത് ഏത് എഞ്ചിനാണ്? 2-stroke എഞ്ചിനാണ്. So that the mechanical efficiency will be higher for 2-stroke engine. This is very important because we are getting power in each and every rotation of the crank. Okay, since there is no valve in 2-stroke engine, the construction will be simple. Construction will be simple because of the absence of valve operated mechanisms on the namak avashyamilla. Okay, so this is the cut section of a 2-stroke engine. Idu ningalku varikkan pattum. 2-stroke engine work parts vekkanengil idakana. Okay, this is the crank case. ഈ ക്രാങ്ക് കേസിനകത്താണ് ക്രാങ്ക് ഷാഫ്റ്റും കണക്റ്റിംഗ് റോഡും പിസ്റ്റണും സിലിണ്ടറെല്ലാം കൂടെ വരുന്നത്. അത് സിംഗിൾ പീസ് ആയിട്ടാണ് നമുക്ക് വേണമെങ്കിൽ കാര്യം ഇവിടെ വെച്ച് അറ്റാച്ച് ചെയ്യുന്നതായിട്ട് വരാം. ഓക്കെ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻടേക്ക് പോർട്ട്. അപ്പൊ ഇൻടേക്ക് പോർട്ട് വഴിയാണ് എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ സക്ഷൻ പോർട്ട് വഴിയായിരിക്കും എന്ത് ചെയ്യുക? ഫ്രഷ് ചാർജ് ക്രാങ്ക് കേസിനുള്ളിലേക്ക് വരുന്നത്, നോട്ട് ഇൻ ടു ദ സിലിണ്ടർ. അതാണ് ചേഞ്ച് എന്ന് പറയുന്നത്. സക്ഷൻ പോർട്ട് അല്ലെങ്കിൽ ഇൻടേക്ക് പോർട്ട് വഴി ഫ്രഷ് ചാർജ് ക്രാങ്ക് കേസിന്റെ ഉള്ളിലേക്ക് വരും. ഓക്കെ. നൗ പിന്നീട് വരുന്നുണ്ട് ക്രാങ്ക് കേസും സിലിണ്ടറിന്റെ പിസ്റ്റന്റെ സർഫസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് there is a transfer line and transfer line ends at transfer port. ഇതാണ് ട്രാൻസ്ഫർ പോർട്ട് എന്ന് പറയുന്നത്. ദെൻ ട്രാൻസ്ഫർ പോർട്ടിന്റെ മുകളിലാണ് എന്ത് വരുന്നത്? എക്സോസ്റ്റ് പോർട്ട് വരുന്നത്. സോ ദീസ് പൊസിഷൻസ് ആർ വെരി സിഗ്നിഫിക്കൻറ്റ്. ഇതാണ് ലൈൻസ് എന്ന് പറയുന്നത്. സോ എക്സോസ്റ്റ് പോർട്ട് കംസ് ടോപ്പ്, ട്രാൻസ്ഫർ പോർട്ട്, ദെൻ ഇൻടേക്ക് പോർട്ട്, ദെൻ ഇതാണ് പൊസിഷൻസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. നൗ ഹൗ ദ ഡീസൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ പക്ഷേ രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റത്തില്ല. അതിന് പകരം ഞാൻ എന്ത് വെച്ചാൽ
പിസ്റ്റൺ താഴോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എക്സ്പ്ലെയിൻ ചെയ്യും, പിസ്റ്റൺ മുകളിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഡ്യൂറിങ് ദ പിസ്റ്റൺ വാട്ട് ഹാപ്പൻസ് വെൻ ദ പിസ്റ്റൺ മൂവ്സ് ഡൗൺവേർഡ് ഡയറക്ഷൻ. സോ ഡൗൺവേർഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, പിസ്റ്റൺ ഇവിടുന്ന് താഴോട്ട് വരാനുള്ള റീസൺ എന്തായിരിക്കും, ബിക്കോസ് ഓഫ് ദ കമ്പസ്റ്റൻ പ്രോസസ് അല്ലേ. പിസ്റ്റൺ താഴോട്ട് വരാനുള്ള റീസൺ അതായിരിക്കുമല്ലോ. ബിക്കോസ് ഓഫ് ദ കമ്പസ്റ്റൻ പ്രോസസ് പിസ്റ്റൺ മൂവ്സ് ഫ്രം ടോപ്പ് ഡെഡ് സെന്റർ ടു ബോട്ടം ഡെഡ് സെന്റർ. ഇങ്ങനെയാണ് നമ്മളങ്ങ് തുടങ്ങും. അപ്പോൾ ഇവിടത്തേക്കുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്ക്. ഇവിടെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഡീസൽ എഞ്ചിനും അല്ല ഞാൻ പറയാൻ പോകുന്നത്, കമ്പൈൻഡ് ആയിട്ടാണ് പറയാൻ പോകുന്നത്. So okay, so during the downward stroke, piston moves from top dead center to bottom dead center. So because of the combustion process, ഇങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. The piston moves from top dead center to bottom dead center. So initially ഇത് എന്ത് പോർട്ടാണ്, നേരത്തെ പറഞ്ഞിരുന്നു, എന്ത് പോർട്ടാണിത്? These positions are very important. This is എക്സോസ്റ്റ് പോർട്ട്. ഇതുവഴിയാണ് നമ്മുടെ ബേൺഡ് ചാർജ് പുറത്തു പോകുന്നത്. ഇതെന്താണ് അതിന്റെ തൊട്ട് താഴെക്കുന്നത്, ട്രാൻസ്ഫർ പോർട്ട്. ഇതാണ് നമ്മുടെ സെക്ഷൻ പോർട്ട്. ഓക്കെ, ഇത്രയും നമുക്ക് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ സോ ഡ്യൂറിങ് ആസ് ദ പിസ്റ്റൺ മൂവ്സ് ഡൗൺവേർഡ് ഡയറക്ഷൻ, ഇനിഷ്യലി എന്ത് പോർട്ട് ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്? പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുമ്പം ആദ്യം ഏത് പോർട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്? ഓപ്പൺ ചെയ്യുന്നത് ഇതിപ്പോ ഓപ്പൺ ആയിരിക്കുന്നത്. താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് താഴോട്ട് പോകുമ്പോൾ നമ്മൾ മോളിൽ നിന്നാണ് എപ്പോഴും മെയിൻ ചെയ്യുന്നത്. എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ചെയ്യും. എക്സോസ്റ്റ് പോർട്ട് വഴി ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ഇവിടെ ബേൺഡ് ചാർജ് ഉണ്ട്. ആ ബേൺഡ് ചാർജ് ഇതുവഴി പുറത്തു പോകാനായിട്ട് ശ്രമിക്കും. ശരിയല്ലേ? എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ബേൺഡ് ചാർജ് ഇതുവഴി പുറത്തേക്ക് പോകും. സോ ഈ ഒരു സമയം കൊണ്ട് തന്നെ വാട്ട് ഹാപ്പൻസ്, അതായത് എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആയി എടുക്കുന്ന സമയം കൊണ്ട് തന്നെ സെക്ഷൻ പോർട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് ആവുന്നുണ്ട്. ശരിയല്ലേ? ഓക്കെ, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആ സമയത്ത് എന്ത് സംഭവിക്കും, ഇവിടെ ഓൾറെഡി പ്രസന്റഡ് ആയിട്ടുള്ള ചാർജ് ഉണ്ട്. നമ്മൾ അപ്പോഴേ പറയുന്നത് വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ദ ഡൗൺവേർഡ് ഡയറക്ഷനിൽ, ഇവിടെ നമ്മൾ മേളിലത്തെ കാര്യം പറഞ്ഞത്, മുകളിൽ എന്താ സംഭവിക്കുന്നത്, the burned charge will start escaping through the exhaust port, and then what happens, the charge present at the crankcase below the piston is get compressed. അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാൻ പറ്റും, നമുക്ക് ഇവിടെ നിന്നൊരു ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കും. ഇവിടുത്തെ ഉള്ള ചാർജിന് എന്ത് ചെയ്യും, ഒരു ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കും. ആ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ഫ്രഷ് ചാർജ് ഇതുവഴി കയറി വരും, ട്രാൻസ്ഫർ ലൈൻ വഴി, ട്രാൻസ്ഫർ പോർട്ട് വഴി ഇവിടെ വരും. ശരിയാണോ? ഓക്കെ, നൗ വാട്ട് ഹാപ്പൻസ് ഈസ്, ഈ ഒരു പിസ്റ്റന്റെ സർഫസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ഒരു എന്താ പറയുന്ന ഒരു ഹില്ല് പോലെ കാണുന്നുണ്ട് അല്ലേ, ഡോം കാണുന്നുണ്ട്. സോ ദിസ് ഇസ് കോൾഡ് ഡിഫ്ലക്ടർ. സപ്പോസ് ഇതില്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ഈ കയറി വരുന്ന ചാർജ് ഉണ്ടല്ലോ, ഇതിന്റെ ആബ്സെൻസിൽ എന്ത് ചെയ്യും, ഇതുവഴി പുറത്തു പോകും ചാൻസ് ഉണ്ട്. ശരിയല്ലേ? ആൻസർ പറയണം, എനിക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻസർ കിട്ടണം. ഞാൻ പറയുന്നതിന് ഇതുവഴി പുറത്തു പോകും. സോ ഇവിടെ ഒരു ഡിഫ്ലക്ഷൻ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ വരുന്ന ചാർജ് എന്ത് ചെയ്യും, പുറത്ത് മുകളിലോട്ട് പോകത്തുള്ളൂ. ഇതിനെ ഡിഫ്ലക്ട് ചെയ്ത് മുകളിലോട്ട് വിടും. മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻസ് ഈസ്, ഇവിടെ ഓൾറെഡി ബേൺഡ് ചാർജ് ഉണ്ട്. പിന്നീട് അതേപോലെ തന്നെ ഇതുവഴി ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ഫ്രഷ് ചാർജ് ഇതുവഴി കയറി വരുന്നുണ്ട്. ഇത് മിക്സ് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടാവത്തില്ല. അതിനു മുമ്പ് എന്ത് ചെയ്യുന്ന വെച്ചാലും, ദിസ് ഫ്രഷ് ചാർജ് വിൽ പുഷ് ഔട്ട് ദ ബേൺഡ് ചാർജ് ത്രൂ ദ എക്സോസ്റ്റ് പോർട്ട്. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്. അതായത് ഈ എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആയി തുടങ്ങുമ്പോഴത്തേക്കും ആക്ച്വലി എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഇതുവഴി ബേൺഡ് ചാർജ് പുറത്തു പോകാൻ തുടങ്ങത്തുള്ളൂ. പക്ഷെ ഹെവിയർ ഡോസിൽ പുറത്തോട്ട് പോകത്തില്ല. ഹെവിയർ ഡോസിൽ പുറത്തോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ് ദ സെയിം ടൈം ദിസ് ബോട്ടം സൈഡിൽ അല്ലെങ്കിൽ ക്രാങ്ക് കേസിലുള്ള ഫ്രഷ് ചാർജിനെ പുഷ് ചെയ്ത് ഈ ട്രാൻസ്ഫർ പോർട്ട് വഴി ഇത് മുകളിലോട്ട് കൊണ്ടുവരും. മുകളിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ ഫ്രഷ് ചാർജ് ആണ് ഇതിനകത്ത് നിൽക്കുന്ന എക്സോസ്റ്റ് ചാർജിന് അല്ലെങ്കിൽ ബേൺഡ് ചാർജിന് പുഷ് ചെയ്ത് പുറത്ത് കളയുന്നത്. ദിസ് പ്രോസസ് is called scavenging. It's very important. അതായത് റിമൂവിങ് ഓഫ് ദ ബേൺഡ് ചാർജ് by the admission of the fresh charge is called scavenging. Removal of the burned charge with the admission of new അല്ലെങ്കിൽ fresh charge is called scavenging process. SCAVENGING അതാണ് സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത്.
ക്ലിയർ ആയോ? Yes, sir. അപ്പോൾ നമ്മൾ during the downward stroke what happens? So initially the piston uncovers the exhaust valve and the burned charge will try to escape through the cylinder valve. At the same time, പറയാം. At the same time, the fresh charge present at the crankcase will push through the transfer port and comes into the top side of the piston. And this coming fresh charge will push out the burned charge from the cylinder and occupies the space. Clear? Now what happens during the upward stroke? സോ അപ്പം ഇവിടെ വന്നിരിക്കുന്ന ഫ്രഷ് ചാർജ് എന്ന് പറയുന്നത് ഇപ്പം ഡീസൽ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഓൺലി എയർ മാത്രമായിരിക്കും. അപ്പം നമ്മൾ ഡീസൽ എഞ്ചിൻ 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ ആണ് പറയുന്നതെങ്കിൽ ഈ ഫ്രഷ് ചാർജ് എന്ന് പറയുന്നതിന് പകരം ഫ്രഷ് ചാർജ് എന്ന് മാറ്റിയിട്ട് നമ്മൾ എയർ എന്ന് എഴുതാം. ഓക്കെ, നൗ വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ദ അപ്വേർഡ് സ്ട്രോക്ക്? ഇനി പിസ്റ്റൺ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻസ് ഈസ് ഇനിഷ്യലി ഇറ്റ് അൺകവേഴ്സ് ദ സെക്ഷൻ പോർട്ട്. ശരിയല്ലേ? മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ആദ്യം എന്താ ചെയ്യുന്നത്? സെക്ഷൻ പോർട്ടിനെ അൺകവർ ചെയ്യും. സെക്ഷൻ പോർട്ടിന് അൺകവർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ചാർജ് ഉണ്ട്. ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ചാർജ് മൊത്തം ഇവിടെ വന്നു, പിസ്റ്റന്റെ ടോപ്പ് സൈഡിൽ വന്നു. ഇവിടെ ഫ്രഷ് ചാർജ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റൺ ഡ്യൂറിങ് ദ അപ്വേർഡ് സ്ട്രോക്ക് വാട്ട് ഹാപ്പൻസ് ഈസ് ഇറ്റ്സ് അൺകവേഴ്സ് ദ സെക്ഷൻ പോർട്ട് ആൻഡ് ഇവിടെ ഒരു ക്രാങ്ക് കേസിനകത്ത് ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് കാരണം എന്ത് ചെയ്യും? പുറത്തു നിന്ന് ഫ്രഷ് ചാർജ് ഇതിനകത്തോട്ട് കയറി വരാൻ തുടങ്ങും. സെക്ഷൻ പോർട്ട് വഴി ഈ ഫ്രഷ് ചാർജ് ക്രാങ്ക് കേസിനകത്ത് ഫില്ല് ചെയ്യും. ആൻഡ് വാട്ട് ഹാപ്പൻസ്? The top side of the piston, it initially covers the transfer port, then the exhaust port. Now what happens? Transfer port and exhaust port cover ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? The charges get trapped inside the section. It is being get compressed. Then diesel engine ആണെന്നുണ്ടെങ്കിൽ this is the air is compressed and the end of the compression stroke the fuel injector will inject the fuel and the ignition starts. ഇനി പെട്രോൾ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ദിസ് അഡ്മിഷൻ എന്ന് പറയുന്നത് എയർ പ്ലസ് ഫ്യൂൽ മിക്സ്ചർ ആണ്. സോ ദ എയർ പ്ലസ് ഫ്യൂൽ മിക്സ്ചർ ഇസ് ബീങ് ഗെറ്റ് കംപ്രസ്ഡ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ കംപ്രഷൻ സ്ട്രോക്ക് ദ സ്പാർക്ക് പ്ലഗ് വിൽ ഇനിഷ്യേറ്റ് ദ സ്പാർക്ക് ആൻഡ് ദ ഇഗ്നിഷൻ ടേക്സ് പ്ലേസ്. ഇഗ്നിഷൻ നടന്നു കഴിഞ്ഞാൽ പിസ്റ്റൺ വീണ്ടും താഴോട്ട് പോകും. സോ ഡ്യൂറിങ് ഡൗൺവേർഡ് സ്ട്രോക്ക് വാട്ട് ഹാപ്പൻസ് ഇസ് ദ ബേൺഡ് ഗ്യാസ് വിൽ എസ്കേപ്പ് സ്റ്റാർട്ട്സ് എസ്കേപ്പിംഗ് ത്രൂ ദ എക്സോസ്റ്റ് പോർട്ട് ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റേജ് what happens is that the fresh charge come into the top side of the piston through the transfer port and this coming fresh charge will push out the burned gas from the cylinder and occupies the entire space. And now what happens during the upward stroke? The suction port opens and the fresh charge will introduce into the crankcase, then it closes the transfer port and then the exhaust port. The charges get trapped inside the cylinder. In case of petrol engine, the air plus fuel mixture is get compressed and at the end of the compression stroke, the spark will provide and the ignition takes place. We are getting the power stroke. If it is a diesel engine, the charge means it is the fresh air only. It is compressed and the end of the compression, the fuel injector will inject the metered quantity and the ignition takes place. Clear? Yes, sir. അതായത് തന്നെ അപ്വേർഡ് സ്ട്രോക്കും ഡൗൺവേർഡ് സ്ട്രോക്കിനകത്തായിരിക്കും ഇത് പറഞ്ഞു തീർക്കേണ്ടത്. ഓക്കെ, let me see. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ പറഞ്ഞ ഫിഗറിന്റെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള സാധനം. ഡൗൺവേർഡ് സ്ട്രോക്കിനകത്ത് എന്താ സംഭവിക്കുന്നത്? ഡൗൺവേർഡ് സ്ട്രോക്കിനകത്ത് എന്താ ബേൺഡ് ചെയ്ത് വെച്ച സാധനം പുറത്തോട്ട് പോകുന്നുണ്ട്. അത് കണക്ക് ഫ്രഷ് ചാർജ് പുറത്ത് മുകളിലോട്ട് കയറി വരുന്നുണ്ട്. ഈ ഫ്രഷ് ചാർജ് ആണ് എന്ത് ചെയ്യുന്നത്? ബേൺഡ് ഗ്യാസിന് കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് കളയുന്നത്. ഈ സമയത്ത് ഇൻടേക്ക് വഴി ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഓൾറെഡി നമ്മുടെ ക്രാങ്ക് കേസിനകത്ത് അവൈലബിൾ ആയിരുന്ന ചാർജ് മൊത്തം എവിടെ വരും? മുകളിൽ വരും, പിസ്റ്റന്റെ ടോപ്പ് സൈഡിൽ വരും. അപ്വേർഡ് ഡയറക്ഷനിൽ പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ സക്ഷൻ നടക്കും. മീൻസ് ദാറ്റ് ഫ്രഷ് ചാർജ് ഇതിനകത്തോട്ട് കയറി വരികയും ചെയ്യും. ഈ ചാർജ് നമ്മളിവിടെ കംപ്രസ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് എൻഡിൽ നമുക്ക് ഇവിടെ കംപ്രഷൻ നടക്കും. രണ്ട് സ്ട്രോക്ക്, രണ്ട് പ്രോസസ്സുകൾ. മീൻസ് കമ്പനി ദ ഓൾ പ്രോസസ്.
ഇത് വേറൊരു രീതിയിലുള്ള ഒരു സെക്ഷനാണ് കാണുന്നത്. ദിസ് ഇസ് കോൾഡ് ഡിഫ്ലക്ടർ. ക്യാൻ യു ഏബിൾ ടു ഹിയർ ദാറ്റ് സൗണ്ട് ട്രാക്ക്? കേൾക്കാൻ പറ്റുന്നുണ്ടോ? വേറെ എന്തെങ്കിലും ട്രാക്ക് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഇല്ല സാർ. ഇവിടെ സ്പാർക്ക് കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? എക്സ്പാൻഷൻ നടക്കും, പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യും, ബേൺഡ് ചാർജ് ഇതുവഴി പുറത്ത് പോകും. ആ സമയത്ത് തന്നെ എന്ത് ചെയ്യും? ഫ്രഷ് ചാർജ് ഇതുവഴി കയറി വരും. ആ ഫ്രഷ് ചാർജ് കയറി വരുന്നത് എവിടെ നിന്നാണ്? പിസ്റ്റൺ താഴോട്ട് പോകുന്നതനുസരിച്ച് അവിടുന്ന് പുഷ് ചെയ്താണ് ഇപ്പോൾ മേളിൽ കൊണ്ടുവരുന്നത്. ക്ലിയർ ആണോ? എക്സോസ്റ്റ് ഗ്യാസ് പുറത്തോട്ട് പോകണം. ആ സമയത്ത് ഫ്രഷ് ചാർജ് കയറിയും കംപ്ലീറ്റ് ആയിട്ട് പോകത്തില്ല. ഈ വരുന്ന സാധനമാണ് കംപ്ലീറ്റ് ആയിട്ട് പുഷ് ചെയ്ത് കളയുന്നത്. ഇതിനാണ് നമ്മൾ സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. ചെറിയ മൈക്രോ ലെവലിൽ മിക്സിങ് നടക്കും. So this is a process continuous almost 1,000 times in a minute. ആ രീതിയിലായിരിക്കും നടന്നു പോകുന്നത്. ഇത് 4 സ്ട്രോക്കും 2 സ്ട്രോക്കും കൂടെ എടുത്തുള്ള ഒരു ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. യു ക്യാൻ സീ ദ 2 സ്ട്രോക്ക് അറ്റ് ദ റൈറ്റ്. ദിസ് ഇസ് ദ പോർട്ട് സിലിണ്ടറിനകത്ത് കാണുന്നത്. You can see that piston താഴോട്ട് പോകുന്നതിനനുസരിച്ച് you can see that ഓപ്പണിങ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഇതുവഴിയാണ് നമുക്ക് പുറത്തോട്ടും ഇതുവഴിയാണ് കയറി ട്രാൻസ്ഫർ ലൈനായിട്ട് കയറി വരുന്നത്. ഇത് വാൽവാണ്. പെട്രോൾ എഞ്ചിനകത്ത് വാൽവാണ് നമ്മൾ കാണുന്നത്. ഇതാണ് സെക്ഷൻ വാൽവും എക്സോസ്റ്റ് വാൽവായിട്ടൊക്കെ വരുന്നത്. സോഫ്റ്റ് ആയിട്ടാണ്. ഇപ്പം പിസ്റ്റൺ വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ദ അപ്വേർഡ് സ്ട്രോക്ക് ദ ഫ്രഷ് ചാർജ് ഇസ് ഇൻട്രൊഡ്യൂസിങ് ആൻഡ് ഇവിടെ എന്തെങ്കിലും കമ്പഷൻ നടക്കും അല്ലെ? സക്ഷൻ ആൻഡ് കംപ്രഷൻ ടേക്സ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി. അതാണ് പറയുന്നത്. എക്സ്പാൻഷൻ ആൻഡ് എക്സോസ്റ്റ് ടേക്സ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി. Is it clear? Yes, sir. Okay, so from here I'm stopping the session.